ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇൻട്രപ്റ്റ്സ് വേഴ്സസ് പോളിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു കോളേജിൽ പ്രിൻസിപ്പളിനോട് റിലേറ്റഡായിട്ട് ഓഫീസ് സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. എല്ലാവരും പ്രിൻസിപ്പളിനെ എന്തെങ്കിലും സർവീസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് പകരം പ്രിൻസിപ്പൾ നേരെ ചെന്നിട്ട് ഓരോ കുട്ടിയെടുത്തും എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് ഫേസ് ടു ഫേസ് അവരുടെ റിക്വസ്റ്റ് അന്വേഷിക്കുകയാണെങ്കിൽ ശരിക്കും അതിൽ എന്തൊരു ടൈം വേസ്റ്റ് ആയിരിക്കും വരുന്നത്. ആ ഒരു ടൈമിൽ പ്രിൻസിപ്പളിന് വേറൊരു ഡ്യൂട്ടിയും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് അതർ ഡ്യൂട്ടീസ്, സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യുന്ന മാത്രമല്ലാതെ ഓഫീസിലുള്ള അതർ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് വരുന്നു. ഇതിന് പകരം പ്രിൻസിപ്പൾ അതിൻ്റെ ഓൺ ഡ്യൂട്ടി ചെയ്യുകയും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റുമായിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രിൻസിപ്പൾ നോർമൽ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കുട്ടിയെ അറ്റൻഡ് ചെയ്യുകയും അതിനുവേണ്ട ആവശ്യം സാധിച്ച് ആ കുട്ടി റിട്ടേൺ ചെയ്തതിന് ശേഷം എവിടെയാണോ പ്രിൻസിപ്പൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇൻട്രപ്റ്റും പോളിങ്ങും എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് പോളിങ്ങും രണ്ടാമത് പറഞ്ഞത് ഇൻട്രപ്റ്റിനും. അപ്പോൾ എ പ്രോസസ്സർ സെർവ്സ് സെവറൽ ഡിവൈസസ്. അപ്പോൾ അത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടാവും. ദർ ആർ 2 മെത്തേഡ്സ് ബൈ വിച്ച് ദ ഡിവൈസ് റിസീവ് സർവീസ് ഫ്രം ദ പ്രോസസ്സർ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിംഗ് മെത്തേഡാണ്. പോളിംഗ് മെത്തേഡ് കണ്ടിന്യൂസ്ലി ചെക്സ് ദ ഫ്ലാഗ്സ് ടു നോ വെൻ ദ എക്സ്പെക്റ്റഡ് ഈവൻറ്റ് ഒക്കേഴ്സ് ദെൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ഈവൻറ്റ്. അപ്പോൾ ഓരോരുത്തരെയും കണ്ടിന്യൂസ് ആയിട്ട് റൗണ്ട് റോബിൻ ഫാഷനിൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടോ, നീഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് ഫിഗർ പ്രോസസ്സറുണ്ട്, ഒരു 4-5 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സർ ഫസ്റ്റ് ഡിവൈസിന് ചെക്ക് ചെയ്യുന്നു. ഇഫ് ദർ ഈസ് എനി നീഡ് ദെൻ നോ, ഓട്ടോമാറ്റിക്കലി ദ പ്രോസസ്സർ check the second device and it continues third device, then next fourth device. This is the round robin fashion എന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തരെയും, അപ്പോൾ എല്ലാവരെയും അറ്റൻഡ് ചെയ്യാനുള്ള ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരത്തില്ല. ദെൻ ദ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ്. വെനെവർ എ ഡിവൈസ് നീഡ്സ് ദ പ്രോസസ്സർ സർവീസ് ദ ഡിവൈസ് നോട്ടിഫൈസ് ഇറ്റ് ബൈ സെൻഡിങ് ആൻ ഇൻട്രപ്റ്റ് സിഗ്നൽ. ഇൻട്രപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പ്രോസസ്സർ സ്റ്റോപ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് ഡൂയിങ് ആൻഡ് സെർവ് ദ ഡിവൈസ്. ദ പ്രോഗ്രാം അസോസിയേറ്റഡ് വിത്ത് ദ ഇൻട്രപ്റ്റ് ഈസ് കോൾഡ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. അതായത് എവിടെയാണോ നിർത്തിയത് അതുകൊണ്ട് സേവ് ചെയ്യുക, തിരിച്ച് വന്നിട്ട് അത് റിട്രീവ് ചെയ്യുക, ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷനെയാണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻട്രപ്റ്റിന് പ്രോസസ്സർ ദെൻ പ്രോസസ്സ് നോർമൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഡിവൈസ് ടു റിക്വസ്റ്റ് നീഡ് യുവർ സർവീസ്. ഓട്ടോമാറ്റിക്കലി ദ പ്രോസസ്സർ അറ്റൻഡ്സ് ആൻഡ് സെർവ് ദ ഡിവൈസ് ടു. ആഫ്റ്റർ സം ടൈം ദ ഡിവൈസ് 1 again gives a request signal. ഓട്ടോമാറ്റിക്കലി പ്രോസസ്സർ എഗെയിൻ അറ്റൻഡ് ദ ഡിവൈസ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നതിനെയാണ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഡിവൈസസ് ആണ് പ്രോസസ്സറിലേക്ക് ഇൻട്രപ്റ്റ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത്. ദെൻ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റിംഗ് ഓഫ് ടൈം. നേരത്തെ പറഞ്ഞപ്പോഴും തന്നെ മനസ്സിലായി കാണും. വേസ്റ്റിംഗ് ഓഫ് ടൈം ടു ചെക്ക് ദ ഡിവൈസസ് കണ്ടിന്യൂസ്ലി. ഇറ്റ് ചെക്സ് ഓൾ ദ ഡിവൈസസ് ഇൻ എ റൗണ്ട് റോബിൻ ഫാഷൻ. ദെൻ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡിവൈസസ് ഓർ പെറിഫറൽ ഡിവൈസസിലായിരിക്കും. നോ നീഡ് ഫോർ ദ പ്രോസസ്സർ ടു മോണിറ്റർ ദ സ്റ്റാറ്റസ് ഓഫ് ദ ഡിവൈസ് ഓർ ഈവൻറ്റ്സ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോളിങ്ങിലെ പോലെ കണ്ടിന്യൂസ് ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ലെറ്റ് ദ ഈവൻറ്റ്സ് നോട്ടിഫൈ ദ പ്രോസസ്സർ വെൻ ദേ ഒക്കർ ബൈ സെൻഡിങ് ആൻ ഇൻട്രപ്റ്റ് സിഗ്നൽ ടു ദ പ്രോസസ്സർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രോസസ്സറിലേക്ക് റിക്വസ്റ്റ് വരുന്നു. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ ക്യാൻ സെർവ് മെനി ഡിവൈസസ് നോട്ട് ഓൾ അറ്റ് ദ സെയിം ടൈം. 1 by 1 ആയിട്ട് എത്ര റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാലും അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈച്ച് ഡിവൈസ് ക്യാൻ ഗെറ്റ് അറ്റൻഷൻ ടു ദ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി. ഇൻ പോളിംഗ് മെത്തേഡ് cannot assign the priority. Then next,
In interrupt method, processor can also ignore or mask the device request for a service. അപ്പോൾ ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻട്രപ്റ്റിനെ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇൻട്രപ്റ്റ് മെത്തേഡിലുണ്ട്. ബട്ട് ഇൻ പോളിംഗ് മെത്തേഡ് ദിസ് ഈസ് നോട്ട് അവൈലബിൾ. Then for every interrupt there must be an interrupt service routine. For every interrupt there is a fixed location in the memory that holds the address of the ISR. ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഇൻട്രപ്റ്റ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകും. ആ അഡ്രസ്സിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു പ്രോഗ്രാം അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻട്രപ്റ്റിനനുസരിച്ചിട്ടും ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ ദെൻ ഫസ്റ്റ് ജമ്പ് ഗോ ടു ദ വെക്റ്റർ ടേബിൾ. ദെൻ ഫ്രം ദാറ്റ് vector table it jump into the another memory location for executing the ISR. അപ്പോൾ ആ ISR എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇറ്റ് ഫിനിഷസ് ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ് ഈസ് കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ആൻഡ് സേവ്സ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ കണ്ടൻറ്റ് ഓൺ ദ സ്റ്റാക്ക്. അതായത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഈസ് ഓൾവേസ് സ്റ്റോർഡ് ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാക്ക് എപ്പോഴും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടായിരിക്കും വരുന്നത്. ലിഫോ മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് അതിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന മെത്തേഡിന് പറയുന്നത് എന്താണ്? പുഷിങ് എന്നാണ് പറയുന്നത്. ഇറ്റ് ജംപ്സ് ടു ദ ഫിക്സഡ് ലൊക്കേഷൻ ദ മെമ്മറി കോൾഡ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ. അതിനുശേഷം ആ കണ്ടൻ്റ് എല്ലാം മൂവ് ചെയ്തതിന് ശേഷം ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിലേക്ക് പോകുന്നു. ദെൻ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകും. ആ അഡ്രസ്സ് അനുസരിച്ച് ISR റൂട്ടിൻ സർവീസ് ചെയ്യുന്നു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ISR അതിൽ പറയുന്ന പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി എ റിട്ടേൺ RETI ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ഫ്രം ദ ഇൻട്രപ്റ്റ് എന്നുള്ളതാണ്. അത് തിരിച്ച് വന്നു കഴിയുമ്പോഴെന്ത് ചെയ്യും? സ്റ്റാക്കിൽ നിന്നുള്ള കണ്ടൻറ്റിനെ വീണ്ടും അത് റിട്രീവ് ചെയ്യുന്നതിന് പറയുന്നത് പോപ്പിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടിംഗ് RETI ഇൻസ്ട്രക്ഷൻ ദ പ്രോസസ്സർ റിട്ടേൺ ടു ദ പ്ലേസ് വെയർ ഇറ്റ് വാസ് ഇൻട്രപ്റ്റഡ്. എവിടെയാണോ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടൻറ്റ് വരുന്നു. അതുപോലെ തന്നെ ഫ്ലാഗ്സ് അതുപോലുള്ള കണ്ടൻറ്റ് എല്ലാം നമ്മൾ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. എവരിത്തിങ് റിട്രീവ്സ്. Then it starts to execute from that address. These are the comparison of interrupt versus polling. Okay, thank you.